കിട്ടാതിരിക്കാം. വിരലിലെണ്ണാവുന്ന പ്രവാചകന്മാർക്ക് മാത്രമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഭരണം നൽകിയത്. മഹാനായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല അധികാരം നൽകിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ അറിയണം, മക്കയിൽ വെച്ച് തന്റെ സുഹൃത്തുക്കൾക്ക് സഖാക്കൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അബൂജഹലിന്റെ ഭരണത്തെ നമുക്ക് തുയർത്തണം, എന്നിട്ട് നമുക്ക് അവിടെ കയറിയിരിക്കണം എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ല. മറിച്ച് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഇബ്രാഹിം നബിക്കല്ല ഇബാദത്ത് കൊടുക്കേണ്ടത്, ലാത്തയെ അല്ല ആരാധിക്കേണ്ടത്, ഉസ്സയെ അല്ല ആരാധിക്കേണ്ടത്, വിഗ്രഹങ്ങളെ അല്ല ആരാധിക്കേണ്ടത്, ലോകത്തിന്റെ സൃഷ്ടാവിനെയാണ്. കാരണം നമുക്ക് പരലോകം വരാനുണ്ട്. ആ പരലോകത്ത് രക്ഷപ്പെടാൻ നിങ്ങൾ പരിശ്രമിക്കണമെന്നാണ് ലോകത്തിന്റെ പ്രവാചകൻ ഉപദേശിച്ചത്. നോക്കൂ, ആ ഉപദേശം കേട്ടുകൊണ്ട് മനുഷ്യ മക്കൾ അവരുടെ മനസ്സിലുള്ള വിഗ്രഹങ്ങളെ ഒഴിവാക്കി ആരാണ് നാഥൻ മനസ്സിലാക്കിയപ്പോ, ജീവനാടിയേക്കാൾ അള്ളാഹുവിന്റെ അറിവും അള്ളാഹുവിന്റെ കഴിവും നമ്മോട് അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ, മനസ്സിലുള്ള അറിയുന്നവനാണ് റബ്ബെന്ന് മനസ്സിലാക്കിയപ്പോ, നമ്മെ സൃഷ്ടിച്ചവനാണ് റബ്ബെന്ന് മനസ്സിലാക്കിയപ്പോ, അവൻ പരമകാരുണ്യകനാണ്, കരുണാനിധിയാണ്, വദൂദാണ്, നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവനാണ്, ഈ ലോകത്തിന്റെ രക്ഷിതാവ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു, എന്തിനാണ് വിഗ്രഹങ്ങൾ, എന്തിനാണ് ജാറങ്ങൾ, എന്തിനാണ് കുരിശുകൾ, ഇതിനെല്ലാം സൃഷ്ടിച്ച ഈ ലോകത്തിന്റെ സൃഷ്ടാവായ കാരുണ്യവാനായ നാഥനോട് നേരിട്ട് ആരാധിച്ചാൽ പോരെ, നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ എന്നവർക്ക് ബോധ്യപ്പെട്ടു. മനുഷ്യ മനസ്സുകൾ ഇസ്ലാം അംഗീകരിച്ചപ്പോൾ സമൂഹം ഇസ്ലാമായി പ്രവാചകൻ ഭരിച്ചു. അല്ലാതെ ഭരിക്കാൻ വേണ്ടിയല്ല ഇതൊക്കെ ചെയ്തത്, മറിച്ച് അവനവന്റെ ഭരണത്തിന് മുമ്പ് മരണം വരാനുണ്ട്, ഭരണത്തിന് മുമ്പ് മരണം വരാനുണ്ട്. അപ്പോൾ ഒരു മനുഷ്യന് ഒരുപക്ഷെ അദ്ദേഹം ജീവിച്ചിരിക്കുക ഇസ്ലാമിക ഭരണം വരാതിരിക്കാം, പക്ഷെ അതിനു മുമ്പ് മരണം വരാനുണ്ട്. ആ മരണാനന്തരം ഒരു ജീവിതമുണ്ട്. അവിടെ രക്ഷപ്പെടാൻ നാം ചെയ്യേണ്ട കാര്യം എന്താണ്? അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ ഭരണത്തിന് വേണ്ടിയല്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന് വേണ്ടിയാണ്, ഏകദൈവാരാധനക്ക് വേണ്ടിയാണ്. അതേപോലെ ബഹുദൈവാരാധനയുടെ നിരർത്ഥകത ബോധ്യപ്പെടുത്തിക്കൊണ്ട് മനുഷ്യ സമൂഹത്തെ മോക്ഷത്തിന്റെ മോചനത്തിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുവാനാണ് നാം പരിശ്രമിക്കേണ്ടത്. എന്നാൽ ഈ അടിസ്ഥാനപരമായ വിഷയമുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതിൽ തകരാറ് പറ്റിയ മുസ്ലിങ്ങൾ എത്രയാണ് സഹോദരന്മാരെ? നമ്മൾ ചിന്തിച്ചു നോക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ യഥാർത്ഥമായ ആശയവും അർത്ഥവും മനസ്സിലാക്കാത്തത് കൊണ്ട് വാഗ്ദേവതയുടെ പ്രീതി കിട്ടാൻ ഹൈന്ദവർ കുട്ടികളെ എഴുത്തിനിരുത്താൻ കൊണ്ടുപോകുമ്പോൾ, സരസ്വതി പൂജയുടെ ഭാഗമായി കൊണ്ടുപോകുമ്പോൾ, വിജയദശമി ദിവസത്തിൽ കുട്ടികളെ വാഗ്ദേവതയുടെ പ്രീതി കിട്ടാൻ വേണ്ടി എഴുത്തിനിരുത്തുമ്പോൾ ഒരു മുസ്ലിം സഹോദരൻ അവൻ ചെയ്യേണ്ടത് എന്താണ്? ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബിന്റെ നാമത്തിൽ വായിക്കുക എന്ന് പഠിപ്പിക്കപ്പെട്ട മുസ്ലിം സമൂഹം വായിക്കേണ്ടത്, എഴുതേണ്ടത്, പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത് ആരുടെ പേരിലാ? ലോകത്തിന്റെ സൃഷ്ടാവിന്റെ പേരിലാണ്. ആ സൃഷ്ടാവിന്റെ പേരിലാണ് വായിക്കേണ്ടത്, എഴുതേണ്ടത്. ഇതരുത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട മുസ്ലിം സമൂഹത്തോട് അത് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ആളില്ല. എന്തേ? ഇതിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ട്. അതേപോലെ ക്ഷേത്രങ്ങളിലേക്ക്, ചർച്ചകളിലേക്ക്, മറ്റു മനുഷ്യ ദൈവങ്ങളുടെ പിന്നാലെ മുസ്ലിം സഹോദരീ സഹോദരന്മാർ ഒഴുകി പോകുമ്പോൾ അരുതെന്ന് പറഞ്ഞു കൊടുക്കാൻ ഇവിടെ ആരുണ്ട് സഹോദരന്മാരെ? അതൊക്കെ ഗൗരവമുള്ള വിഷയമല്ലേ? ആ വിഷയങ്ങളെ ആരാണ് തിരുത്തുക? ആരാണ് അവർക്കത് പറഞ്ഞു കൊടുക്കുക? ലോകത്തിന്റെ സൃഷ്ടാവിന്റെ വായു ശ്വസിച്ച്, അവന്റെ വെള്ളം കുടിച്ച്, അവന്റെ ഭൂമിയിൽ ജീവിച്ച്, അവന്റെ ആകാശമാകുന്ന ആ മേൽക്കൂരയ്ക്ക് കീഴിൽ ജീവിക്കുന്ന മനുഷ്യൻ ശ്വാസം മുട്ടുമ്പോൾ ആരെ വിളിക്കണം? 24 മണിക്കൂറും നമ്മെ ശ്വസിപ്പിക്കുന്നവനായ ലോകത്തിന്റെ നാഥനോടല്ലേ ശ്വാസം മുട്ടുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? നമുക്ക് വെള്ളം നൽകുന്ന നാഥനോടല്ലേ വെള്ളമില്ലാതെ വന്നാൽ അഥവാ മഴയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? അതെ. പക്ഷേ ഇതിന് പകരം ലോകത്തിന്റെ സൃഷ്ടാവിനോട് ആരാധനകൾ, പ്രാർത്ഥനകൾ, നേർച്ചകൾ, വഴിപാടുകൾ കൊടുക്കുന്നതിന് പകരം അത് സൃഷ്ടികളിലേക്ക് പങ്കുവെക്കുന്നു. ഇതിനേക്കാൾ വലിയൊരു അഴിമതി ലോകത്തുണ്ടോ? ലോകത്തുള്ള ഏറ്റവും വലിയ അഴിമതി ഏതാണ്? ലോകത്തുള്ള ഏറ്റവും വലിയ അധർമ്മം ഏതാണ്? ലോകത്തുള്ള ഏറ്റവും വലിയ ക്രൂരത ഏതാണ്? പരിശുദ്ധ ഖുർആൻ പറയട്ടെ, ഇന്നശ്ശിർക ലളുൽമുൻ അളീം, തീർച്ചയായും ശിർക്ക് എന്ന് പറയുന്നത്, ബഹുദൈവത്വം എന്ന് പറയുന്നത് ലളുൽമുൻ, അക്രമം തന്നെയാണ്, അളീം, ഏറ്റവും വലിയ ശിർക്കാണ്, ഏറ്റവും വലിയ പാപം. ആരാ പറയുന്നത്? ലോകത്തിന്റെ സൃഷ്ടാവ്. പരിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായമായ സൂറത്തുൽ ലുഖ്മാനിലൂടെ പഠിപ്പിക്കുന്നു, ഏറ്റവും വലിയ തിന്മ ശിർക്കാകുന്നു എന്ന്. അപ്പോൾ ഈ ലോകത്തുള്ള
ഏറ്റവും വലിയ അക്രമം എന്താ? പടച്ചോന്റെ വായു ശ്വസിച്ചിട്ട് ശ്വാസം മുട്ടുമ്പോൾ പടച്ചോനല്ലാത്തവരോട് പ്രാർത്ഥിക്കുക. പടച്ചവന്റെ വെള്ളം കുടിച്ചിട്ട് വെള്ളം കിട്ടാൻ വേണ്ടി പടച്ചവനല്ലാത്തവരോട് പ്രാർത്ഥിക്കുക. പടച്ചവന്റെ സകല അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങിയിട്ട് വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ ആ തേട്ടങ്ങൾ പടച്ചവനല്ലാത്തവരോട് സമർപ്പിക്കുക. അതാണ് ലോകത്തുള്ള ഏറ്റവും വലിയ അക്രമം. ഈ അക്രമം ചെയ്യുന്നവരല്ലേ നമ്മുടെ ചുറ്റുഭാഗങ്ങളിൽ കൂടുതൽ? ഈ അക്രമം ചെയ്യുന്നവരല്ലേ മുസ്ലിങ്ങളിൽ തന്നെ കൂടുതൽ? ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചു നോക്കൂ. മനുഷ്യ ദൈവങ്ങളോടൊപ്പം എത്രയെത്ര മുസ്ലിങ്ങളാണ്. അതേപോലെ തന്നെ ബഹുദൈവ ആരാധനാ കേന്ദ്രങ്ങളിലേക്ക് തുലാഭാരം നടത്തുന്ന മുസ്ലിമിന്റെ വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. ഹൈന്ദവർ പോലും അത്ഭുതപ്പെടുന്നു. ഇവർ തുലാഭാരത്തിന് വരികയോ, ഇവർ ഏകദൈവാരാധകരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ മുസ്ലിം സഹോദരങ്ങൾ പച്ചയായ ബഹുദൈവാരാധനയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മാതാ അമൃതാനന്ദമയി എന്ന് പറയുന്ന ഹൈന്ദവർ ബഹുമാനിക്കുന്ന ഒരു സ്ത്രീ അവർ മഞ്ചേരിക്കടുത്ത് വന്നപ്പോ അവിടുത്തെ ഒരു മുസ്ലിം നേതാവ് അവരെ ആലിംഗനം ചെയ്യുന്നു. നോക്കൂ, ആ സന്ദർഭത്തിൽ അത് തെറ്റാണെന്ന് പറയാൻ, അത് ശരിയായില്ലെന്ന് പറയാൻ ആരാണ് ഇവിടെ ഉണ്ടായത്? സമഗ്ര ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന, സമ്പൂർണ്ണ ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന ആളുകള് മനുഷ്യ ദൈവ സംസ്കാരത്തിലേക്ക് നീങ്ങിയപ്പോൾ അരുതെന്ന് പറയാൻ, അത് തെറ്റാണെന്ന് പറയാൻ, ഒരു പ്രതിഷേധം പറയാൻ, ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ ഉണ്ടായില്ല. എന്തേ വിഷയം? അടിസ്ഥാനപരമായ ഈ വിഷയത്തിന്റെ ഗൗരവം ബഹുമാന്യരായ ജമാഅത്ത് സുഹൃത്തുക്കൾക്ക് മനസ്സിലായില്ലേ? പ്രതികരിക്കാൻ സലഫി പ്രസ്ഥാനമല്ലാതെ ആരാണ് സഹോദരങ്ങളെ അവിടെ ഉണ്ടായത്? അതേപോലെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ദീൻ, അതിൽ റമളാൻ മാസത്തിൽ സുപ്രധാനമായ ഒരു ഇബാദത്തുണ്ട്. അത് ഇഅ്തികാഫാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി എന്താ ഹദീസിൽ പറയുന്നത്? കാന യഅ്തഖിഫു, അവിടുന്ന് ഇഅ്തികാഫിലായിരുന്നു. മാത്രമല്ല അവിടുത്തെ ഭാര്യമാരും അവിടുത്തെ വഫാത്തിന് ശേഷം ഇഅ്തികാഫിലായിരുന്നു എന്ന് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാം.